ഫൈനലി നമ്മൾ പനവയിലെത്തി. പനവയിൽ നിന്ന് താനെ നിന്ന് നേരൽ നിന്ന് മത്തേരാനിലോട്ട് ഒരുപാട് ഷെയർ ടാക്സി അവൈലബിൾ ആണ്. ഒരാൾക്ക് 100 രൂപയാണ് എമൗണ്ട് വരുന്നത്. നമ്മളങ്ങനെ മത്തേരാൻ ലക്ഷ്യമാക്കി ഷെയർ ടാക്സിയിൽ യാത്ര പുറപ്പെട്ടു. അതിവേഗം നമ്മൾ മത്തേരാനിലെത്തി. ഒരാൾക്ക് എൻട്രി ഫീസ് 50 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കിടക്കാൻ പോകുന്നു. നമ്മുടെ സ്വപ്ന സ്ഥലം മത്തേരാനിൽ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഇലക്ട്രിക് ഓട്ടോയും കുതിരവണ്ടിയും ഉന്തുവണ്ടിയൊക്കെ ഉള്ളൂ. മത്തേരാനിൽ നിന്ന് മാർക്കറ്റിലോട്ട് ഇലക്ട്രിക് ഓട്ടോക്ക് ഒരാൾക്ക് 35 രൂപയേ ഉള്ളൂ. മത്തേരാൻ രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. കോടമഞ്ഞും ഇളം കാറ്റും മഴയൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു അത്. നമ്മൾ മത്തേരാനിലോട്ട് വരുവാണെങ്കിൽ എന്തായാലും രാത്രി എക്സ്പ്ലോർ ചെയ്യണം. അതൊരു രക്ഷയില്ലാത്ത ഫീലാണ്. നമ്മളങ്ങനെ മഴയും കാറ്റും മഞ്ഞൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇപ്പം സമയം രാത്രി 11:05. മത്തേരാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മളും 2-3 കന്നുകാലികളില്ലാതെ വേറെ ആരുമില്ല. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മത്തേരാൻ്റെ ബോർഡൊക്കെ വായിച്ച് പതിയെ പുറത്തോട്ടിറങ്ങി. മഴയ്ക്ക് ഒരു കുറവുമില്ല. മഴയും കോടമഞ്ഞും നമ്മളിങ്ങനെ വാരി പുണർന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് കിടക്കുകയാണ്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് മത്തേരാൻ്റെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് കടന്നു. എന്താണ് മത്തേരാനിൽ നൈറ്റിൽ സംഭവിക്കുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ നമ്മൾ ചുമ്മാ അങ്ങനെ നടന്നു. മഴ നമ്മളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കോടമഞ്ഞും അതുപോലൊക്കെ തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ റൂംസും റിസോർട്ട്സും ഹോം സ്റ്റേസും അവൈലബിൾ ആണ്. നമ്മളങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടന്നു. മത്തേരാനിൽ നിന്നും അമാൽ ലോഡ്ജിലോട്ട് ഈ ഇലക്ട്രിക് ഓട്ടോ അപ്സ് ആൻഡ് ഡൗൺ സർവീസ് നടത്തുന്നു. ഇത്രയും സമയമായിട്ടും ഇവിടെ കടകളൊന്നും അടച്ചിട്ടില്ല. ഇതാണ് ഇലക്ട്രിക് ഓട്ടോയും കുതിരയും അല്ലാതെ മറ്റൊരു ഗതാഗത മാർഗം. ഇതിങ്ങനെ ആൾക്കാരെയും കയറ്റി തള്ളിക്കൊണ്ടുപോകും. മത്തേരാൻ ഇപ്പോഴും ആക്റ്റീവാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.